നമസ്കാരം. കാൽ കീഴിലെ മണ്ണ് ഒരിക്കലും ഒലിച്ചു പോകില്ലെന്ന് കരുതിയ ആം ആദ്മി പാർട്ടിക്ക് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. അഴിമതി കാണിച്ചു കൂട്ടിയപ്പോൾ അറിഞ്ഞില്ല, അതല്ലെങ്കിൽ ഓർത്തില്ല തിരിച്ചടി കിട്ടുമെന്ന്. പൊതുജനം കഴുതയല്ല എന്ന് കെജ്രിവാളും കൂട്ടരും മറന്നുപോയി. അഴിമതി ആയുധമാക്കി എത്തിയവർ അഴിമതി കാണിച്ചു കൂട്ടിയപ്പോൾ തിരിഞ്ഞുകുത്തുമെന്നും കരുതിയില്ല. ഡൽഹിയിലേക്കുള്ള AAPയുടെ വരവ് ഒരു ക്രിസ്മസ് സന്ദേശത്തിലൂടെയായിരുന്നു. അഴിമതി കഥകൾ കേട്ടുമടുത്ത് മാറ്റം കൊതിക്കുന്ന ജനതയ്ക്ക് പ്രതീക്ഷാ നിർഭരമായ 2013 രാജ്യത്ത് ആ പുതുചരിത്രം പിറന്നു വീണു. രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത ആം ആദ്മി പാർട്ടി അതേ വർഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലേറി. സർക്കാർ മന്ദിരങ്ങളിൽ താമസിച്ച് വില കൂടിയ വാഹനങ്ങൾ വന്നിറങ്ങുന്ന VIP നേതാക്കളെ കണ്ടുശീലിച്ച ഡൽഹിയിലെ ജനങ്ങൾക്കിടയിലേക്ക് സാധാരണ വേഷത്തിൽ കയ്യിലൊരു ചൂലുമായി ഇറങ്ങി വന്ന നേതാവ് മുഖ്യമന്ത്രി കസേരയിലെത്തി. പിന്നീടങ്ങോട്ട് ചൂൽ വിപ്ലവമായിരുന്നു. രാജ്യത്ത് പടർന്നു പിടിച്ചിരുന്ന അഴിമതിയെ തൂത്തെറിയാൻ ചൂലുമായി എത്തിയ AAPയും കെജ്രിവാളും 12 വർഷങ്ങൾക്ക് ശേഷം അഴിമതിയുടെ ചുഴിയിൽ തന്നെ അകപ്പെട്ട് മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. മദ്യ അഴിമതി കേസിലുണ്ടായ ക്ഷീണം മാറ്റാൻ ജയിൽവാസത്തിനു ശേഷം മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങി എല്ലാ ഔദ്യോഗിക സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് സാധാരണക്കാരനായ കെജ്രിവാൾ ഒരിക്കൽ കൂടി മുന്നിലെത്തിയെങ്കിലും ജനം ഇത്തവണ സ്വീകരിച്ചില്ല. അഗ്നിപരീക്ഷയിൽ ജനം പരാജയപ്പെടുത്തി. അഴിമതി ആരോപണവും നിയമപ്രശ്നങ്ങളുമായിരുന്നു പാർട്ടിയുടെ മുൻനിര നേതാക്കളുടെ, പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യേന്ദർ ജെയിൻ എന്നിവർ അഴിമതിയുടെ ആരോപണങ്ങളും അറസ്റ്റുകളും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലാണ് ഉണ്ടാക്കിയത്. ഈ പ്രശ്നങ്ങൾ AAPയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയെ ദുർബലപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം യമുന നദി ശുചീകരിക്കും, റോഡുകൾ പാരീസ് പോലെയാക്കും, ശുദ്ധജലം ലഭ്യമാക്കും തുടങ്ങിയ കെജ്രിവാൾ നൽകിയ 3 പ്രധാന വാഗ്ദാനങ്ങളും പാലിച്ചില്ല. യമുന നദിയിലെ മാലിന്യം കാരണം വെള്ളത്തിന് ബുദ്ധിമുട്ടിയ ഡൽഹി നിവാസികൾ കുറച്ചൊന്നുമല്ല അലഞ്ഞത്. ഒരു തുള്ളി വെള്ളമില്ലാതെ ശരിക്കും കഷ്ടപ്പെട്ടിരുന്നു. ഇത് ആം ആദ്മി പാർട്ടിയോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് വിള്ളലേൽപ്പിച്ചു. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 9 പേർ ഉൾപ്പെടുന്ന ആം ആദ്മി പാർട്ടിയുടെ സംഘത്തെയും രാഹുൽ വിമർശിച്ചിരുന്നു. മനീഷ് സിസോദിയ, അതിഷി, സഞ്ജയ് സിംഗ്, രാഘവ് ചദ്ദ, സത്യേന്ദ്ര ജെയിൻ എന്നിവരുൾപ്പെട്ട സംഘത്തിലെ ഓരോരുത്തരും നരേന്ദ്രമോദിയോട് സാമ്യമുള്ളവരാണ് എന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങളുടെ ആഘാതവും AAPയെ നന്നായി ബാധിച്ചു. ആം ആദ്മി പാർട്ടിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടിയുടെ അഴിമതി ആരോപണങ്ങൾക്ക് കഴിഞ്ഞു. ഇത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ഒന്നുകൂടി തകർത്തു. ഇതുകൊണ്ടൊക്കെ തന്നെ ഡൽഹി നിവാസികൾ AAP അക്ഷരാർത്ഥത്തിൽ കൈവിട്ടു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.